ഹലോ. നമ്മൾ ഈ വീഡിയോയിൽ ഒരു ബ്രൗസറിൽ എങ്ങനെയാണ് ബ്രൗസ് ചെയ്യുക എന്നുള്ളതിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങളായിരിക്കും നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് ഒരു ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ തുറന്നു വെച്ചൊരു ബ്രൗസറാണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ക്രോം എന്ന് പറഞ്ഞ ബ്രൗസറാണ് ഞാനിവിടെ തുറന്നു വെച്ചിട്ടുള്ളത്. സോ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ന്യൂ ടാബ്. നമ്മൾ ഇത് ക്രോം എന്ന ബ്രൗസറിന്റെ ഞാനിപ്പോൾ തുറന്നു വെച്ചുള്ള ഒരു ടാബാണ്. ഇനി ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വേറൊരു ടാബും കൂടെ ഓപ്പൺ ആവും. സോ അങ്ങനെ കൂടുതൽ ടാബുകൾ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് ഈ പ്ലസ് സൈൻ നമ്മൾ യൂസ് ചെയ്യും. അതിൻ്റെ താഴെ ബാക്കിലേക്ക് പോകാനും ഫോർവേഡ് പോകാനുമുള്ള ബട്ടൺസ് ഉണ്ട്. ഇത് നമ്മളുടെ ഒരു പേജ് റീഫ്രഷ് ചെയ്യാൻ അല്ലെങ്കിൽ റീലോഡ് ചെയ്യുന്ന ഒരു ബട്ടണാണ്. ഇപ്പോൾ ഞാനൊരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കി. അപ്പോൾ ഓപ്പൺ ആക്കുന്ന സമയം അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം വെബ്സൈറ്റിൽ നിന്നു. അപ്പൊ അത്രയും സമയം കൊണ്ട് ആ വെബ്സൈറ്റിൽ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈ റീലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇനി ഈ കാണുന്നതാണ് നമ്മുടെ അഡ്രസ് ബാർ. ഇവിടെയാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് സെർച്ച് ബൈ വോയിസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, സെർച്ച് ബൈ ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോയിസ് ആയിട്ട് ഇൻപുട്ട് കൊടുത്തിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ സെർച്ച് ചെയ്യാം. ഇപ്പുറത്താണെങ്കിൽ എൻ്റെ അടുത്തൊരു ഇമേജ് ഉണ്ട്. അപ്പൊ ആ ഇമേജിന്റെ ഡീറ്റെയിൽസ്, ഇമേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ ഈ സെർച്ച് ബൈ ഇമേജ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമ്മുടെ ഈ ബ്രൗസറിലുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ബ്രൗസ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യാം. ഇപ്പോൾ അന്നരാജം മൽഹോത്ര എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഡീറ്റെയിൽസ് എനിക്ക് നോക്കണം. അപ്പൊ ഞാൻ ഇവിടെ അഡ്രസ് ബാറിൽ കൊണ്ടുവന്ന് ഞാൻ അവരുടെ പേര് അല്ലെങ്കിൽ എന്താണോ എനിക്ക് സെർച്ച് ചെയ്യേണ്ടത് അത് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അന്നരാജം മൽഹോത്ര എന്ന് അടിക്കുമ്പോൾ തന്നെ സജഷൻസ് വരും. ഇപ്പൊ ഞാൻ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ സജഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സജഷൻസ് വരുമ്പോൾ നമുക്ക് ആ സജഷനിൽ നമുക്ക് വേണ്ട കാര്യം നമ്മൾ സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഞാൻ അടിച്ചു കൊടുത്ത കാര്യത്തിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ബ്രൗസറിൽ കാണാൻ പറ്റും. ഇപ്പോൾ എ ഐ മോഡ് എന്ന് പറഞ്ഞ് നമുക്ക് ഡീപ്പായിട്ട് ഇതിനെപ്പറ്റി അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് എ ഐ മോഡ് യൂസ് ചെയ്യാം. പിന്നെ എല്ലാ കാര്യങ്ങളും വരുന്നത് ഓളിൽ ഉണ്ടാവും. ഇവരുടെ ഇമേജസ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇമേജസിൽ കൊടുക്കുക. അവരുമായി ബന്ധപ്പെട്ട ന്യൂസ് ആണെങ്കിൽ ന്യൂസ്, വീഡിയോസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പല പല ടാബുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. സോ ഇങ്ങനെയാണ് വളരെ ബേസിക് ആയിട്ട് എനിക്ക് വേണ്ട ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ എനിക്ക് വേണ്ട ഒരു കാര്യം ഞാനൊരു ബ്രൗസർ തുറന്ന് അതിന്റെ അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് പോകുന്നത്. ഇപ്പൊ എനിക്കിപ്പോ ഇവിടെ പേര് ഞാൻ മിസ്റ്റേക്ക് ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് ഇവിടെ പേര് മുഴുവനായിട്ട് അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് സെർച്ച് ചെയ്യേണ്ട കാര്യത്തിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഒന്നും അറിയില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൂടിയും ഗൂഗിൾ അത് അല്ലെങ്കിൽ നമ്മുടെ ബ്രൗസർ അത് കണ്ടുപിടിച്ചോളും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ അന്നാരാജൻ എന്ന് വല്ലതും അടിച്ചു കഴിഞ്ഞാലും അന്നാരാജൻ മൽഹോത്ര എന്ന് അടിച്ചു കൊടുത്താലും ഗൂഗിൾ അത് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് നേരെ അന്നാരാജൻ മൽഹോത്രയിലേക്ക് പോയിക്കോളും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം ഇനിയിപ്പോൾ കറക്റ്റ് ഇംഗ്ലീഷ് തന്നെ ആവണമെന്നില്ല, നമുക്ക് അറിയുന്ന പോലെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരത് പ്രോപ്പറായിട്ട് അതിൽ നിന്ന് അനലൈസ് ചെയ്ത് നമ്മളെ പ്രോപ്പർ സ്ഥലത്ത് എത്തിച്ചോളും. സോ ഇത്രയുമാണ് വളരെ ബേസിക് ആയിട്ട് എങ്ങനെയാണ് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതിൽ അഡ്രസ് ബാറിൽ അടിച്ചു കൊടുത്ത് അതിലേക്ക് എത്തിക്കുക. ഇത്രയുമാണ് ബേസിക് ആയിട്ട് നോക്കാനുള്ളത്. ഇനി ഇവിടെ ഒരു 3 ഡോട്ട്സ് കണ്ടില്ലേ, നമ്മൾ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ന്യൂ ടാബ് നമ്മൾ ഓൾറെഡി കണ്ടു. ഇവിടെ ഈ പ്ലസ് ഐക്കൺ കൊടുത്തു കഴിഞ്ഞാൽ ന്യൂ ടാബിലേക്ക് പോകും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇനി ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഹിസ്റ്ററി എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രൗസർ തുറന്നിട്ട് നമ്മൾ എന്തൊക്കെയാണ് സെർച്ച് ചെയ്തത് അത് നമുക്ക് കാണാൻ പറ്റും. ഹിസ്റ്ററിയിൽ ഞാൻ തുറന്ന സമയത്ത് നമ്മളിപ്പോ ഈ കാര്യങ്ങളാണ് ഇപ്പോൾ സെർച്ച് ചെയ്തത്. അതിന്റെ സമയമുണ്ട്, ആ ഡീറ്റെയിൽസും ഉണ്ട്. നമുക്കിത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്ത് കളയാനും പറ്റും. അപ്പൊ ഹിസ്റ്ററി തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഇതുവരെ സെർച്ച് ചെയ്ത കാര്യങ്ങൾ അതിൽ കാണാൻ പറ്റും. പിന്നെ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ ഒരു ഒരു ടാബും അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്ന് ഡൗൺലോഡ് ചെയ്തു.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യണം. ഞാൻ NCERT ടെക്സ്റ്റ് ബുക്ക് എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വന്നു. അപ്പോൾ എനിക്ക് NCERTയുടെ വെബ്സൈറ്റിൽ പോയിട്ടാണ് ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഞാൻ NCERT വെബ്സൈറ്റിൽ പോകുന്നു. എന്നിട്ട് ഏതെങ്കിലും ഒരു ക്ലാസ് സെലക്ട് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു സബ്ജക്ട്. ജസ്റ്റ് ഡൗൺലോഡ് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈ ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്യുന്നു. ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടു, ഇവിടെ ഒരാൾ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. നമ്മുടെ ഡൗൺലോഡ് എത്രത്തോളം പ്രോഗ്രസ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഓക്കെ, ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇത് ഓപ്പൺ ആക്കാൻ വേണ്ടി പറ്റും. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത കാര്യം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ അത് എവിടെയാണോ ഉള്ളത്, ഇപ്പോൾ മൈ കമ്പ്യൂട്ടറിലെ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ ഏരിയയിലായിരിക്കും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടറിൽ ഉള്ള സ്ഥലത്തേക്ക് നമ്മളെ എത്തിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് വളരെ ബേസിക് ആയിട്ട് ഒരു ബ്രൗസർ തുറന്ന് അതിൽ ഒരു കാര്യം ബ്രൗസ് ചെയ്യണമെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇവിടെ ട്രാൻസ്ലേറ്റ് ഓപ്ഷൻ ഒക്കെ ഉണ്ട്. നമ്മളൊരു വെബ്സൈറ്റ് തുറന്നു കഴിഞ്ഞാൽ നമുക്കത് ഏതെങ്കിലും ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്താലൊക്കെ മതി. സോ അത്രയുമാണ് ഒരു ബ്രൗസറിന്റെ ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുള്ളത്.